അല്ല എന്റെ ബസ് കാണുന്നില്ലല്ലോ. ബസ്സുകാർ പെട്ടെന്ന് പണി മുടക്കി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നാളെ മീനാക്ഷിപുരത്ത് നാടകത്തിനെത്തിക്കോളെന്ന് വാക്ക് കൊടുത്തിരിക്കുക. ബസ്സുകാർ പണി മുടക്കി ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ നിങ്ങളെ നാടകത്തിന് വന്നതാ. തിരിച്ച് കയറ്റി വേണ്ട ഉത്തരവാദിത്തം നിങ്ങളതാ. ഒരു ടാസ്ക്. അയ്യോ, അത് വലിയ ചെലവാ. ഞങ്ങളുടെ അത്രയൊന്നുമില്ല. ഈ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി. ചേട്ടൻ ബഹളം വെക്കാതെ. ഞങ്ങളൊക്കെ ഇവിടെ അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടവരാ. എന്നാ ടാസ്ക് എന്തേലും വഴി ഉണ്ടാക്കാൻ സമാധാനമായിട്ട്. നീ കച്ചിയും കൊണ്ട് വരുമ്പോഴേക്കും ഞാൻ ഒന്ന് മോന്തിട്ട് വരാം. മോന്തുന്ന നീന്തുന്നൊക്കെ കൊള്ളാം. വല്ലവന്റെ മേക്കിട്ട് കയറി ഒന്നും തള്ളും ഉണ്ടാക്കിയ ഇടയ്ക്കേറെ എന്നെ കിട്ടില്ല. മറ്റേ പരിപാടി ഉണ്ടല്ലോ തല്ലുകൊള്ളുന്ന, അത് നിർത്തി. ഇല്ലില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. നീ വേഗം പോയിട്ട് വാ. സന്ധിക്ക് മുമ്പേ പുറപ്പെട്ടാ മറ്റന്നാ വെളുപ്പിനെ അങ്ങെത്താം. എന്താ വടി? പട്ടി ശല്യം. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കുറെ ഓടിച്ചതാ. എവിടെയെങ്കിലും വെച്ച് കിട്ടുവനെ. ചേട്ടാ, ഈ വണ്ടി കയറ്റി വിട്ടാലോ? കണ്ട കാളന്റെയും പോത്തിന്റെയും പുറത്തേറി പോവാനേ ഈ ചാക്കുട്ടിന് കിട്ടൂല. നീ ടാസ്ക് അമ്മാവാ, ഇവിടുന്ന് എങ്ങനെങ്കിലും നമുക്കൊന്ന് പോവാം. നീ ചുമ്മാ നേടി. ഈ തട്ടിപ്പൊന്നും ചാക്കുട്ടിന്റെ അടുത്ത് നടക്കൂല. ടാസ്ക് അതെ, നമുക്കൊരെണ്ണം അകത്താക്കിയിട്ട് വഴി ആലോചിക്കാം. ഒന്ന് അകത്താക്കിയിട്ട് ചേട്ടത്തെ ഇതാ കിട്ടി. എന്തുവാ പേര്? കാർത്തുമ്പി. വെളുക്കുമ്പോ മീനാക്ഷിപുരത്തെത്തും. ബസൂരിയുടെ 4 ഇരട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടാ ചേട്ടൻ സമ്മതിച്ചിരിക്കുന്നേ. അമ്മാവനെവിടെ? ഇപ്പൊ വരും. പുള്ളിക്കാരനെ സമ്മതിച്ചു. കൊച്ചേ, ആ വണ്ടിയിലോട്ട് കയറിയിരുന്നു. എന്നല്ല, ആരാ മനസ്സിലായില്ല? കാർത്തുമ്പി. ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. നിന്റെ പേര് ഊരുമെന്ന് എനിക്കറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആരെ? ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാ കേറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആരെ? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ. പോയി ചോയ്ക്ക്, അയാളാ ഷാപ്പിലുണ്ട്. ദേ വരുന്നു. അങ്ങോട്ട് ചോദിച്ചോളൂ, എന്താ ചോദിക്കണമെന്ന് വെച്ചാ. അമ്മാവാ, ഇയാൾ എന്തൊക്കെയോ പറയുന്നു. പട്ടി മര്യാദയ്ക്ക് സംസാരിച്ച് ചവിട്ടേണ്ട. ഇയാളാണോ ഈ പെണ്ണിന്റെ കാശ് വാങ്ങിയത്? അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. അമ്മാവൻ കാശ് വാങ്ങിയത്. പിന്നെ ഇയാളാണ്. ഇത് എന്റെ അമ്മാവനാ. പിന്നെ അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ ഞാൻ എപ്പോഴാണ് കാശ് വാങ്ങിച്ചത്? അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ നുണച്ചിനെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നുണ പറയുന്നതിന് എന്ത് വിളിക്കണം? സത്യമാമെന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാൻ ആരാണെന്നോ? താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അമ്മാവാ, എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. അമ്മാവാ, കള്ളു കുടിച്ചിട്ട് ഒരു തോന്നിവാസം പറയരുത്. നിങ്ങളുടെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. എന്താ എന്താ ഇവിടെ പ്രശ്നം? ദേ വരുന്നു കാശ് വാങ്ങിച്ച ആള്. അങ്ങോട്ട് ചോദിക്കും. എന്താ? നിങ്ങൾ കാശ് വാങ്ങിയിട്ടല്ലേ എന്നോട് ഈ വണ്ടി കയറി ഇരിക്കാൻ പറഞ്ഞത്? എന്നിട്ട് ഈ മരം കൂടെ എന്നോട് ചാടിക്കയറുന്ന എന്തിനാ? സംസാരിക്കണം. തനിക്ക് മാത്രം വഴി കാണുന്ന പെണ്ണുങ്ങളോട് വായി തോന്നി വിളിച്ചു പറയാല്ലേ? നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ബസ് സമരം കാരണം ഇവര് വഴി കുടുങ്ങിപ്പോയി. അപ്പൊ വണ്ടി വെറുതെ പോവല്ലേ, ചേതമില്ലാത്തൊരു ഉപകാരമില്ലാന്ന് വിചാരിച്ച് ഞാനും പറഞ്ഞു കയറിക്കോളാം. ഇവരെന്താ കാശ് ചെയ്യുന്നേ? നിങ്ങളുടെ കാശ് പെട്ടിയും മട്ടി എന്താന്ന് വെച്ചാൽ ഇറക്കി. ഈ വണ്ടി പോകത്തില്ല. എനിക്കെങ്ങും വേണ്ട. വാങ്ങിച്ചവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്താ മതി. ഈ വണ്ടി തന്നെ പോവും. നിങ്ങൾ കാശ് വാങ്ങിയില്ലായിരുന്നെങ്കിൽ അവരെങ്കിലും ഞങ്ങളെ കൊണ്ടുവിട്ടേനെ. തമ്പനാൻ ചേട്ടൻ ഒരു അബദ്ധം പറ്റിയാണെന്ന് കൂട്ടിക്കോ. പാവങ്ങളാ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ബസൂലിയുടെ 4 ഇരട്ടിയാ ഞാൻ അടിച്ചെടുത്തത്. ഒന്നുമില്ലേലും വഴിച്ചേരാനുള്ള കാശ് ഇങ്ങനെ ഒത്തില്ലേ? കാളക്കൂട്ടന്മാരെന്തായാലും വണ്ടി വലിക്കണം. അക്കൂട്ടത്തിൽ 2 എണ്ണത്തിൽ കൂടെ വലിച്ചോട്ടെ, നമുക്കെന്താ കുഴപ്പം?
നീ അതൊക്കെ സമ്മതിക്കും. കള്ള് മോന്താൻ കയറിയപ്പോഴേ എനിക്കറിയായിരുന്നു എന്തെങ്കിലും പുരുവാൻ ഒപ്പിക്കുമെന്ന്. തല്ലൊന്നും ഉണ്ടാകില്ലല്ലോ. ഇതിലും ഭേദം അതായിരുന്നു. കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് എന്നെ ചീത്ത കേൾപ്പിച്ചു. നീ വന്ന് വണ്ടിക്ക് ഓടാ പട്ടി. ശ്രീമത്തിനെ പിടിച്ചാൽ ആരാണോ ചോദിക്കാറുള്ളത് ഇവിടെ? മിണ്ടാ കിടക്കാൻ പറയാ അയാളോട്. ഉറക്കത്തില്ല. നല്ല കുടുംബത്തിൽ പിറന്നവരാണെന്ന് തോന്നുന്നു. സംസ്കാരമുള്ള ഭാഷ. ദേ, ഇത് ശരിയാവില്ല. ഞാൻ ഇറക്കി വിടും കേട്ടോ. ഉറക്കത്തില് ബോധമില്ലാതെ പറയുന്നതിന് ഞാൻ എന്ത് ചെയ്യും? കള്ളപ്പന്നിന്റെ അമ്മന്റെ അനിയത്തിന്റെ ഭാര്യന്റെ മോനെ എന്താണ് വണ്ടി ഇവന്റെ 16 അടിയന്തരം ഞാനിന്ന് സാരമില്ല. ഇനി അയാൾ ഒന്നും ഇയാളെ ഈ വണ്ടി കൊണ്ടുവന്ന പ്രശ്നമില്ല. ഉറക്കപ്പിച്ച് പറയുന്നല്ലേ. ഇത് ഉറക്കപ്പിച്ചൊന്നുമല്ല. ഇത് രണ്ടുപേരും കൂടെ നടത്തുന്ന കളിയാ. ഇയാളെ ഇങ്ങനെ വിട്ടാൽ നേരം വെളുക്കുന്നുണ്ടവരെ നമ്മൾ തെറിയും കേട്ടോണ്ടിരിക്കേണ്ടി വരും. ജീവനോടെ കുഴിച്ചുപെടും. ഇയാൾക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ? ഉറങ്ങി കിടക്കുന്നവരോട് വഴക്കടിക്കാൻ ഇത് വലിയ ശല്യമായല്ലോ. പാതിരാക്കി പരിപാടി കിടന്ന് വഴക്കടിക്കാൻ പറഞ്ഞു തോന്നേ. ഏതായാലും വലിച്ച് തലേ വെച്ചു. ഇത് സഹിച്ചല്ലേ പറ്റൂ. നീ വണ്ടി കയറേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇയാൾ ഇതിനകത്ത് കിടന്ന് ഇനി എന്തെങ്കിലും മിണ്ടിയാ ഞാൻ ഇയാളുടെ വായിക്കാത്ത എന്തെങ്കിലും കുത്തിക്കയറ്റും. പിന്നെ അടുത്ത വെളിച്ചം കാണുന്നിടത്ത് രണ്ടിനെ ഞാൻ ഇറക്കി വിടും. ഇത് രണ്ടും സമ്മതിച്ചാൽ ഞാൻ വണ്ടി കളിക്കാം. ഇല്ലേ തമ്മറം ഞാൻ നടച്ചാൽ ഞാൻ നടന്നു. സമ്മതിച്ചു. നീ വണ്ടി കയറേ. നിന്റെ അച്ഛനാണ് പുല്ല എത്തണ്ടി നാറി. തമ്പ്രാൻ ചേട്ടാ അവന്റെ മുഖത്തോട്ട് കയറിയിരിക്കേ. എനിക്ക് അവന്റെ മോന്ത കണ്ടിട്ട് രണ്ടിന്റെ ശബ്ദമൊന്നും ഇല്ലല്ലോ. ചത്ത രണ്ടും ഇറങ്ങാൻ റെഡി ആയിക്കോ. ചേട്ടോ ഒരു ഡബിൾ സ്ട്രോങ് ചായ എടുത്തേ. തമ്പ്രാൻ കുഞ്ഞില്ലേ? ഉണ്ട്. അവിടെ ചായ ഒന്നും വേണ്ട, പിരി. വഴിയിൽ നിന്ന് 2 ഉപദ്രവങ്ങൾ വലിഞ്ഞു കയറിയിട്ടുണ്ട്. ഇവിടെ ഇറക്കി വിടാൻ പോവാ.
വെളുക്കുന്നിടം വരെ ഈ കടയുടെ ഒതുക്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. കിഴക്കുന്നവരുന്ന് ആദ്യം വണ്ടിക്ക് പോയിക്കോളും. ആ ഇറങ്ങിറങ്ങ. നവ്വേ, എടാ മനുഷ്യനായ കുറച്ച് മാന്യതയൊക്കെ വേണം. എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണിനെയും കള്ളു കുടിച്ച് ബോധമില്ലാത്ത കിളവനെ നട്ടപ്പാതിലാക്കി നടുലോട് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അപ്പൊ അവര് കാണിച്ച പോക്കത്തിലോ? കള്ളു കുടിച്ച് ബോധമില്ലാതെ അയാൾ വല്ലതും വിളിച്ചു പറഞ്ഞു എന്ന് വെച്ച് ആ പാവം പെണ്ണെന്ത് അയ്യോ, അവള് പാവൊന്നുമല്ല, അവളെ കഴുത്തിന് വെട്ടി നാക്കാ. ആളാ മുട്ടിയ ചേരെ കടിക്കും. നിവൃത്തികേടുകൊണ്ട് അവള് വല്ലതും പറഞ്ഞു എന്ന് വെച്ച് അത് ക്ഷമിക്കാനുള്ള വിവരം നിനക്കില്ലേ? ഇല്ല, എന്ത് പറഞ്ഞാലും ശരി. നീ ഒന്നും പറയണ്ട. ഇട നിന്റെ പെങ്ങൾ ചിന്നൂനാണ് ഇങ്ങനൊരു ചുറ്റുപാട് വന്നതെന്ന് വിചാരിക്കുക. നീ സഹിക്കുവോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി അവരെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടാകാൻ പോണില്ല. വെളുത്ത് കഴിയുമ്പോൾ നമ്മൾ മീനാക്ഷിപുരത്ത് എത്തും. അതുവരെ ആ കിളവ ഞരങ്ങോ പോളോട്ട് ചെയ്താൽ നീ അതൊക്കെ തൂക്കാനൊന്നും പോണ്ട. എന്താ പോയി ചാടിച്ചിട്ടോ? ചെല്ലേ പോ പോ പോ. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ബണ്ണ് വേണോ? ഏ? ബണ്ണ് ബണ്ണ് ബണ്ണ്. എനിക്കൊന്നും വേണ്ട, ഉറക്കം വരുന്നു. വണ്ടി നീങ്ങിട്ട് കിടന്നോളൂ.